ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജ്വല്ലറി മേക്കിങ്ങിന് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കുന്താൻസ്, ബീഡ്സ്, ക്രിസ്റ്റൽസ്. പല ടൈപ്പിലുള്ള കുന്താൻസ് ഉണ്ട്. അത് പലതും നമ്മൾ യൂസ് ചെയ്തിട്ട് നിറയെ ജ്വല്ലറി ഡിസൈൻസ് വീഡിയോ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതിൽ ചിലത് നമുക്കിവിടെ പരിചയപ്പെടാം. അപ്പോൾ ഇതെല്ലാം സിംഗിൾ സ്റ്റോൺ കുന്താൻസ് ആണ്. അതായത് ബ്ലാക്ക്, റെഡ്, ഗ്രീൻ, വൈറ്റ് ഒക്കെയാണ് കോമൺ ആയിട്ടുള്ള കളേഴ്സ്. എല്ലാ കളേഴ്സും ഇത് അവൈലബിൾ ആണ്. ഇതിൽ ഒരു സ്റ്റോൺ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് സിംഗിൾ സ്റ്റോൺ കുന്താൻസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് സൈഡിൽ ഹോൾ ഉണ്ടാവും. ഇത് ഡബിൾ സ്റ്റോൺ കുന്താനാണ്. അതായത് രണ്ട് സ്റ്റോൺ അതിലുണ്ട്. ഹോൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സൈഡിൽ 5 ഹോളുണ്ട്. അപ്പോൾ നമുക്ക് കോർക്കുമ്പോൾ 5 വരി മാല വരെ ഈ കുന്താൻസ് യൂസ് ചെയ്തിട്ട് കോർക്കാം. ഇത് സ്റ്റാർ കുന്താനാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലുമാണ് ഹോളുള്ളത്. നമുക്കിത് യൂസ് ചെയ്തിട്ട് നെക്ലസും ബ്രേസ്ലെറ്റ്, കമ്മലൊക്കെ ചെയ്യാം. ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ കുന്താൻസ് പറഞ്ഞാൽ ഇതും ഒരു ഫ്ലവർ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ താഴെ ലൂപ്പ് ഓൾറെഡി അതിൽ അറ്റാച്ച്ഡ് ആയിരിക്കും. നമുക്ക് അതിൽ ലോറിയൽസ് എല്ലാം കോർക്കാം. ഇതിലും ഇങ്ങനെ 2 ഹോളുണ്ടാവും. 2 സൈഡിലാണ് ഓരോ ഹോളുള്ളത്. കൂടുതൽ ഹോളുണ്ടെങ്കിൽ റൗണ്ട് ഫുള്ളായിട്ട് ഹോളുള്ള കുന്താൻസും കിട്ടും കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള കുന്താൻസാണ്. ഇത് പ്ലെയിൻ ആയിട്ട് വേറെ ഒന്നും നമ്മൾ ബീഡ്സ് ഒന്നും ഇതിൽ ആവശ്യമില്ല. ഇത് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ നെക്ലസ് ജോയിൻ ചെയ്ത് കോർക്കാം. ഇതിന് മുകളിൽ ഹോളുണ്ട്. അല്ലാതെ നടുവിൽ ഹോളുള്ള ടൈപ്പും വാങ്ങിക്കാൻ കിട്ടും. ഇതിന് ഒരു പീസിന് 1 രൂപയ്ക്കാണ് വില വരുന്നത്. പിന്നെ ഇത് വേറൊരു ടൈപ്പ് കുന്താനാണ്. ഇത് നമുക്ക് സ്റ്റിച്ചിങ്ങിനൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുക. ജ്വല്ലറി മേക്കിങ്ങിൽ നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കും. ഹെയർ ബാൻഡ് അല്ലെങ്കിൽ വേറെ സിൽക്ക് ത്രെഡിലൊക്കെ നമുക്ക് ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ടൈപ്പ് കുന്താൻസാണ്. ഇതും അതേ ടൈപ്പ് തന്നെയാണ്. ഇതിൻ്റെ പല വലുപ്പത്തിൽ പല കളറിലും നമുക്ക് കിട്ടും. ഈ ടൈപ്പ് കുന്താനിൽ ഹോളില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കോർക്കാൻ പറ്റില്ല. ഈ പേപ്പർ ജ്വല്ലറിയും സിൽക്ക് ത്രെഡ് വെച്ച് ചെയ്യുന്ന ജ്വല്ലറിയിലൊക്കെയാണ് നമ്മൾ ഈ കുന്താൻസ് യൂസ് ചെയ്യുക. കാരണം നമ്മളത് ഒട്ടിക്കുകയാണ് ചെയ്യുക. ഗ്ലൂ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഡിസൈൻ എങ്ങനെ വേണോ അങ്ങനെ ഒട്ടിച്ചെടുക്കുക ചെയ്യുക. അതുകൊണ്ട് ഇത് കോർക്കാൻ പറ്റില്ല. പിന്നെ ഇത് 4 ഹോൾ കുന്താനാണ്. ഇങ്ങനെയുള്ള കുന്താൻസ് യൂസ് ചെയ്തിട്ട് ചെയ്ത നെക്ലസ്സാണ് ഇത്, ഈ ബ്ലൂ കളറിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ 4 സൈഡിലും ഓരോ ഹോളുണ്ട്. അതുകൊണ്ടാണ് 4 ഹോൾ കുന്താൻ എന്ന് പറയുന്നത്. അത് സിംഗിൾ സ്റ്റോൺ തന്നെയാണ്. ബാക്കി എല്ലാം സിംഗിൾ സ്റ്റോണാണ്. ഇത് മാത്രമേ ഡബിൾ സ്റ്റോൺ ഉള്ളൂ. പിന്നെ ഇതൊരു ടൈപ്പ് കുന്താൻസാണ്, പെറ്റൽസ്. ഓക്കെ, നമുക്ക് എതളിൻ്റെ ഷേപ്പിൽ വരുന്നത്. ഇതിൻ്റെ ഇടയിലുള്ളതും കുന്താൻസാണ്. നമുക്ക് ഈ പെറ്റൽ മാത്രം കോർക്കാം, അല്ലെങ്കിൽ ഇടയിലുള്ള പീസും യൂസ് ചെയ്യാം. ഇത് വേറൊരു ടൈപ്പാണ്. ഇത് നമുക്ക് കുന്താൻസ് ആയിട്ടല്ല, ജ്വല്ലറി മേക്കിങ്ങിൽ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നത് തന്നെയാണ്. ഇങ്ങനെ പീസായിട്ട് അത് സെറ്റായിട്ട് കിട്ടും. നമുക്ക് എത്ര പീസ് വേണോ എണ്ണി വാങ്ങിക്കുകയാണ്. അപ്പോൾ ചെറിയ നെക്ലസ് ആണെങ്കിൽ അതിനനുസരിച്ച് വാങ്ങിക്കാം. കുറച്ച് ലോങ് ആയിട്ടുള്ളത് വേണമെങ്കിൽ നമുക്ക് അത്രയും പീസ് വാങ്ങിക്കാം. ഒരു പീസിന് 7 രൂപയൊക്കെ വില വരും കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ബീഡ്സ് നോക്കാം. ബീഡ്സ് എന്ന് പറയുമ്പോൾ ഇതാണ് സൈസ് ചാർട്ട്. അതിൻ്റെ ഓരോ വലുപ്പത്തിനും നമ്മൾ 2 mm 4 mm അങ്ങനെ പറയാം. അപ്പോൾ ഈ ഒരു മുത്തക്കയാണ് 2 mm സൈസിൽ വരുന്നത്. നമ്മൾ നോർമൽ സൈസിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വാങ്ങിക്കുകയാണെങ്കിൽ, അപ്പോൾ ഇതിന് 100 മുത്തക്കയാണെങ്കിൽ അതിന് 80 രൂപ വരും. അപ്പോൾ ഇതും വേറൊരു ഷേപ്പിലുള്ള ഒരു മുത്താണ്. ഇത് ഡ്രോപ്പ് ഷേപ്പിലുള്ള ഒരു മുത്താണ്. ഇതും വേറൊരു ഷേപ്പിലുള്ള മുത്ത്. അങ്ങനെ പല ഷേപ്പിൽ നിറയെ മുത്തുകളുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് കളക്ഷനേ ഉള്ളൂ. എൻ്റെ കയ്യിലുള്ളത് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എനിക്കും ഇതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. ഇതിങ്ങനെ ചെയ്ത് തന്നെയാണ് ഞാനും ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ എന്നാലും നിങ്ങൾക്ക് അറിയുന്ന ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ പല ഷേപ്പിൽ, പല സൈസിൽ, പല കളറിലുള്ള മുത്താണ്. സാധാരണ റൗണ്ട് ഷേപ്പിലുള്ള മുത്താണ്. പിന്നെ ഇതുപോലെ കുറച്ച് പരന്ന പോലെയും എല്ലാം കിട്ടും നമുക്ക്. പിന്നെ പ്ലാസ്റ്റിക് മുത്തുകളുണ്ട്. അതാകുമ്പോൾ നല്ല വെയ്റ്റ്ലെസ് ആയിരിക്കും. പിന്നെ ഇതിന് മുകളിൽ ഓരോ വരയുള്ളത് കട്ട് ബോൾസ്. ഇത് കുറച്ച് വുഡൻ ടൈപ്പ് മുത്താണ്. കുറച്ച് വെയിറ്റ് ഉണ്ട്. ഇത് പ്ലാസ്റ്റിക് ആട്ടോ, ബ്ലൂ കളറ്. പിന്നെ ഇത് പർപ്പിൾ, അതും ട്രാൻസ്പാരൻറ്റ് ടൈപ്പും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. ഇത് ഓരോ മാലയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ടൈപ്പ് വാങ്ങിച്ചതാണ്. ഇത് കുറച്ച് ഇങ്ങനെ കട്ടിങ്സ് ഉള്ള ഒരു ടൈപ്പാണ്, സ്ക്വയറിൽ വരുന്നുണ്ട്. ഇത് 2 സൈഡും പരന്ന ടൈപ്പ്. ഇത് ഹാഫ് ബീഡ് എന്നാണ് പറയുക. കാരണം ഇതിന് പകുതി ബീഡുള്ളൂ. ബീഡ് കട്ട് ചെയ്ത് എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും. നമ്മൾ സ്റ്റഡിലൊക്കെ ഒട്ടിക്കാനാണ് അത് ഉപയോഗിക്കുക. ഇത് സീഡ് ബീഡ്സ്, നല്ല കുഞ്ഞു കുഞ്ഞു മുത്തുകളാണ്. അതുകൊണ്ട് നമ്മളിതിന് സീഡ് ബീഡ്സ് എന്ന് പറയാം. നല്ല ഭംഗിയായി കാണാൻ. ഇതൊരു ആൻറ്റിക് കളറിലുള്ളത്. ഇതൊരു ട്യൂബ് പോലെയുള്ളത്. ഇതും ആ വുഡൻ ടൈപ്പിൻ്റെ തന്നെ കുറച്ച് നീളത്തിലുള്ള ആ ഷേപ്പിലുള്ള മുത്താണ്. അപ്പോൾ ഓരോന്നിനും ഓരോ പ്രത്യേകതയുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇതിന് കട്ട് ബോൾസ് അല്ലെങ്കിൽ മീന ബോൾസ് എന്നൊക്കെ പറയും. ഇതിന് മുകളിൽ കണ്ട ഓരോ കട്ടിങ്സ് ഉണ്ടാവും. ഗോൾഡൻ കളറിലും സിൽവർ കളറിലും ഇത് കിട്ടും. ഇതിന് മുകളിൽ ഡിസൈൻസിൽ മാത്രമേ കുറച്ച് വ്യത്യാസമുള്ളൂ. ഇത് കുറച്ച് ഓവലാണ്, മറ്റേത് കുറച്ച് നന്നായിട്ട് റൗണ്ടാണ്. നമുക്കിത് വലിയ സൈസും ചെറിയ സൈസും എല്ലാം കിട്ടും. ഇത് അധികം കളർ പോകാത്ത ടൈപ്പാട്ടോ. ഇത് സ്റ്റോൺ ബോൾസ്. ഇതിൻ്റെ മുകളിൽ മുഴുവൻ സ്റ്റോൺസ് ഉണ്ട്. ഇതും
2 mm മുതൽ 10 mm വരെയുള്ള വലുപ്പത്തിലുണ്ട്. ഇതൊരു ബെൽ ടൈപ്പ് കുറച്ച് നീളത്തിലുള്ള ഷേപ്പിലുള്ളതാണ്. വാട്ടർ ഡ്രോപ്പ് ഷേപ്പ് തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടി അടിഭാഗം പരന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു ഫ്ലവറിന് ബീഡ്സിൻ്റെ അടിയിലൊക്കെ കോർക്കുന്നതാണ്. ഇത് ഹാർട്ട് ഷേപ്പിലുള്ളത്, ഇത് നടുവിൽ ഹോളുള്ളതും സൈഡിൽ ഹോളുള്ളതും ഉണ്ട്. പിന്നെ ഇത് നമുക്ക് ബീഡഡ് ബീഡ് എന്ന് പറയും. അതായത് നമുക്ക് മുത്തുകൾ കൊണ്ട് തന്നെ കോർത്തങ്ങനെ ഉണ്ടാക്കാം. ഇത് ഒരു ഹോളുള്ള ബീഡാണ്. ഈ മുത്തിന് എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 1 സൈഡ് അല്ല 2 സൈഡ് കമ്മൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ബീഡ്സ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഹോളില്ലാത്ത മുത്തും കിട്ടും, ഒരു ഹോളുള്ള മുത്തും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ ഒരു ഹോളുള്ളതിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്റ്റഡ് ഇടാം. അപ്പോൾ ഇത് നമ്മൾ ബാക്കിൽ വരും. ഈ വൈറ്റ് കളർ സ്റ്റോണുള്ള ഭാഗമാണ് ഫ്രണ്ടിൽ വരിക. അപ്പോൾ ഇടുന്ന സമയത്ത് ബാക്ക് സൈഡിൽ വെളിയിലോട്ട് നന്നായിട്ട് കാണും. നല്ല ഭംഗിയായിരിക്കും ആ ടൈപ്പും. ഇത് കുറച്ച് സ്റ്റോൺസ് ആണ്. ഇത് നമ്മൾ ഗ്ലൂ ഗണ്ണൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഹെയർ ബാൻഡിലൊക്കെ ഒട്ടിക്കാൻ, അല്ലെങ്കിൽ ജ്വല്ലറി മേക്കിങ്ങിൽ ഈ സിൽക്ക് ത്രെഡ് വെച്ച് ചെയ്യുന്ന ബാംഗിൾസിലെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ നല്ല ഭംഗിയാട്ടോ. ഇത് ക്രിസ്റ്റൽസ് പിന്നെ നല്ല ഷൈനിങ് ആണ്. പല കളറിൽ, പല ഷേപ്പിൽ, പല വലുപ്പത്തിലുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ചൊന്നും പുതിയതായിട്ട് പറയാനില്ല, എല്ലാവർക്കും അറിയാം. സാധാരണ മുത്തും ക്രിസ്റ്റൽസൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ ജ്വല്ലറി ക്ലാസ് ആയതുകൊണ്ട് എല്ലാം ഒന്ന് ഉൾപ്പെടുത്താമെന്ന് കരുതിയിട്ട് ഞാൻ ഈ മെറ്റീരിയൽസൊക്കെ ഒന്ന് ആദ്യം കാണിക്കുകയാണ്. അപ്പോൾ ഇതുണ്ട്, ഇതിനും പല ഷേപ്പിലുണ്ട്. ക്രിസ്റ്റൽസിൻ്റെ കട്ടിങ്സ് അനുസരിച്ചിരിക്കും അതിൻ്റെ തിളക്കം. ഇപ്പോൾ നമ്മൾ ഡയമണ്ടൊക്കെ നല്ല കട്ടിങ് അല്ല, അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ആ കട്ടിങ് പോലെ ഇരിക്കും. ചിലത് കുറച്ച് വില കൂടി തന്നെ അതുപോലെ കട്ടിങ്. നമ്മൾ മീന ബോൾസ് കണ്ടില്ല, അതിൻ്റെ കുറച്ച് വലിയ സൈസാണിത്. ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ജ്വല്ലറി മേക്ക് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാണാത്തവർ കാണുക. അപ്പോൾ ഈ ലോക്കറ്റ് സെപ്പറേറ്റ് വാങ്ങിക്കുന്നതാണ്. നമ്മൾ ഏത് ക്രിസ്റ്റലോ മുത്താണോ വാങ്ങിക്കുന്നത് അതിന് മാച്ചായ കളറിൽ ലോക്കറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. മുത്തുകൾ കണ്ടു, ബീഡ്സ്, കുന്തൻസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസിൽ എഴുതി അറിയിക്കുക. അടുത്ത വീഡിയോയിൽ പുതിയ ഇൻഫർമേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.